ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കളിക്കാൻ പോകുന്ന ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നീക്ക് ഔട്ട് എന്ന് പറഞ്ഞൊരു ഗെയിമാണ്. അപ്പോൾ ഈ ഒരു ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഗ്രാൻഡ് മദറിൻ്റെ കയ്യിൽ നിന്ന് നമ്മളെ എസ്കേപ്പ് ചെയ്യാൻ നോക്കണം. അതായത് നമ്മളെ ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്ത് കളിക്കാൻ പോകാതിരിക്കാൻ വേണ്ടി നമ്മളെ ഗ്രാൻഡ് മദർ എന്ത് ചെയ്യും, നമ്മൾ റൂമിൽ പിടിച്ച് പൂട്ടിയിടും. ഓക്കെ, അപ്പോൾ നമ്മളത് ഓരോ കീസ് കണ്ടുപിടിച്ചിട്ട് നമ്മൾ അങ്ങനെ അൺലോക്ക് ചെയ്ത് നമ്മളെ മെയിൻ ഡോറിന് ഏകദേശം ഒരു 10-15 കീസ് ഉണ്ടായിരിക്കും. ആ കീസ് മൊത്തം നമ്മൾ കണ്ടുപിടിച്ച് അൺലോക്ക് ചെയ്ത് നമ്മൾ പുറത്തോട്ട് പോകണം. ഓക്കെ, പുറത്തോട്ട് പോയി അവിടെ നിന്നും നമുക്കൊരു എസ്കേപ്പ് ഉണ്ട്. ആ ഒരു എസ്കേപ്പും കഴിഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റ് ആക്കുള്ളൂ ഈ ഒരു ടാസ്ക്. അപ്പം നമുക്ക് നോക്കിയാലോ എസ്കേപ്പ് ചെയ്യാൻ പറ്റുമോ ഇല്ലെന്ന് നമുക്ക് നോക്കിയാലോ. അങ്ങനെ നമ്മൾ ഫസ്റ്റ് കീ എടുത്തു, നമ്മൾ അത് അൺലോക്ക് ചെയ്തു. അങ്ങനെ പിന്നെ ബാക്കിയുള്ള കീസ് നമ്മൾ ഓരോ ഡ്രോവേഴ്സിലും കാര്യത്തിലും എല്ലാത്തിലും ഇങ്ങനെ അഴിച്ച് പറക്കി തപ്പിയിട്ട് വേണം നമ്മൾ അൺലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അത് മാത്രമല്ല നമ്മൾ ഇതെപ്പോൾ തപ്പണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗ്രാൻഡ് മാഡ് ഉറങ്ങുന്ന സമയത്ത് നമ്മൾ തപ്പണം. ഉണർന്നു കഴിഞ്ഞാൽ ആൾ കുറച്ച് സീനാണ്, നമ്മളൊന്ന് അടിച്ച് കൊല്ലും. അപ്പോൾ നമ്മൾ ആൾ ഉറങ്ങുന്ന സമയത്ത് വേണം നമ്മൾ ഇത് തപ്പിയെടുക്കാൻ വേണ്ടിയിട്ട്. ഉണർന്നിരിക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ ഒന്നില്ലെങ്കിൽ കട്ടലിൻ്റെ അടി പോയി ഒളിച്ചിരിക്കുക, അല്ലെങ്കിൽ അവിടെ ഏതെങ്കിലും കബോർഡ്സോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടായിരിക്കും, അതിനുള്ളിൽ ഹൈഡ് ആയിട്ടിരിക്കണം. അങ്ങനെയൊക്കെയാണ് നമ്മളിതിൽ സർവൈവ് ചെയ്ത് ഓരോ കീസ് എടുത്തിട്ട് പുറത്തോട്ട് പോകേണ്ടത്. അതിനിപ്പോൾ നമ്മൾ ഹൈഡ് ചെയ്തിരിക്കണം, കാരണം ആൾ ഉണർന്നിട്ടുണ്ട്. ആൾ ഉണർന്ന് നമ്മളെ റൂമിലും അതുപോലെ ഇവിടെ കുറേ റൂംസ് ഉണ്ട്, കിച്ചണ്, അങ്ങനെ കുറേ റൂംസ് ഉണ്ട്. അപ്പോൾ അതിലെല്ലാത്തിലും ആളെന്താണ് ഇങ്ങനെ നടന്ന് ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുക. നമ്മൾ പുറത്ത് വരുന്നുണ്ടോ നോക്കാം. പുറത്ത് വന്നാൽ അവരുടെ അടി ടപ്പേന്ന് അടി അവിടെ കിടക്കും. പിന്നെ നമ്മൾ ആദ്യം മുതൽ കളിക്കേണ്ടി വരും. അത് ഇത്തിരി റിസ്ക്കിയാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ പിന്നെയും അടുത്ത കീസ് തപ്പി ഇറങ്ങും. ഇപ്പോൾ നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുന്ന മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലാണ്. അപ്പം ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഹാർഡും കൂടെ കളിച്ച് നോക്കാം, എങ്ങനെയുണ്ടെന്ന് അറിയണമല്ലോ. നോർമൽ തന്നെ അത്യാവശ്യം കുറച്ച് എന്നെ സംബന്ധിച്ചോളം എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കളിക്കാനായിട്ട്. ലൈക്ക് നമ്മൾ എടുക്കുമ്പോഴത്തേനും പെട്ടെന്ന് സമയം, ഓരോ കീസ് എടുക്കും തോറും സമയം കുറഞ്ഞു വരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഹാർഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെക്കാട്ടിയും കുറച്ചുകൂടെ ബുദ്ധിമുട്ട്, മേ ബി എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഇത് തന്നെ ഞാൻ സത്യം പറഞ്ഞാൽ കംപ്ലീറ്റ് ആക്കിയിട്ടില്ല, കാരണം നമ്മൾ ഇടയിൽ പിടിക്കപ്പെട്ടു. ലൈക്ക് നമ്മൾ എന്ത് കളക്ടർ ചെയ്യുമ്പോൾ നമ്മൾ പിടിക്കപ്പെടുമല്ലോ, അതുപോലെ നമ്മൾ ഇതിലും പിടിക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ പരമാവധി എല്ലാ കീസും എടുക്കാൻ നോക്കിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു 8-9 കീസ് എടുത്തിട്ടുണ്ടാവും. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ആളെന്നെ വന്ന് പിടിച്ചു കുറച്ച് കഴിഞ്ഞപ്പം. നമുക്ക് ഇത് എന്താ പറയുക, കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല. നമ്മൾ ബാത്റൂമിലൊക്കെ ഓരോ ഡ്രോവേഴ്സും തപ്പി എടുത്തു. അത് കഴിഞ്ഞിട്ട് കിച്ചണിൽ എനിക്ക് തോന്നുന്നു കിച്ചണിൽ പോയിട്ടില്ല തോന്നുന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ വേറൊരു സ്ഥലത്ത് പോയി, വേറൊരു റൂമിൽ പോയി. ആ റൂമിൽ നിന്നാണ് നമ്മളെ പിടിച്ചത് ആൾ. ലൈക്ക് ആൾ ഉറങ്ങുന്ന ടൈം നമുക്ക് ഒരു റൂമിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ആ ടൈം വിസിബിൾ അല്ല. നമ്മളിങ്ങനെ ആളെ നോക്കുമ്പോൾ മാത്രമേ ആ ഒരു ടൈം വിസിബിളായിട്ട് കാണിക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ടൈം പോയ കാര്യം ഞാൻ ശ്രദ്ധിച്ചില്ല. ഓൾറെഡി എന്താ പറയുക, കീ എടുക്കണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ ഞാൻ ആ ഒരു കാര്യം ശ്രദ്ധിച്ചില്ല. അങ്ങനെയാണ് നമ്മൾ ലാസ്റ്റ് പിടിക്കപ്പെട്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് ഇനിയും കാണാനും അതുപോലെ തന്നെ ട്രൈ ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലത്തെ വീഡിയോസ് ഇനി ചെയ്യണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, വീഡിയോ ചെയ്യേണ്ടത് ഏത് ഗെയിമാണ് കളിക്കേണ്ടത് എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അപ്പം ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റ, ബൈ.